എൻ്റെ മകൻ ഇന്ന് രാവിലെ ആണെങ്കിൽ എക്സാമിന് റെഡിയായി പോകേണ്ടത്. അതുകൊണ്ട് نخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. 62-83-07 എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ അതങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ആബ്സെൻ്റ് മാർക്ക് ചെയ്യേണ്ടി വരും. ആ ബെഞ്ച് ഒഴിഞ്ഞു കിടക്കും. അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ്, എ ലിസ്റ്റ് പോലുള്ള എല്ലാ രേഖകളും. അതുകൊണ്ട് തന്നെ ഇനി അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയാണ്. നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ആ ഉപ്പയുടെ വാക്കുകൾ കേൾക്കാതെ, ആ ഉമ്മയുടെ കണ്ടമിടറിയ പ്രാർത്ഥന പോലും കേൾക്കാതെ ഒരുപാട് പ്രതിഷേധങ്ങൾക്കിടയിലും കൊലയാളികളായ ആ 5 കുട്ടികളും ഇന്ന് പരീക്ഷ എഴുതി. ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ആ ഉപ്പ നെഞ്ച് തകർന്നുകൊണ്ട് പറഞ്ഞതാ, ഈ വർഷം അവരെ പരീക്ഷ എഴുതിക്കരുത്, അടുത്ത വർഷം എഴുതിക്കോട്ടെ. പക്ഷേ ഇന്ന് പരീക്ഷ എഴുതേണ്ടിയിരുന്നത് ഷഹബാസ് എന്ന പൊന്നുമോൻ, പഠിക്കാൻ മിടുക്കൻ. അവനിന്ന് ഖബറിൻ്റെ 6 അടി മണ്ണിൽ അവൻ്റെ ജീവനില്ലാതാക്കി, അവനക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമില്ലാതാക്കിയവർ സുഖസുന്ദരമായിട്ട് പരീക്ഷ എഴുതാം. എവിടെ നമ്മുടെ സിസ്റ്റം? എവിടെ നമ്മുടെ നീതി? അറ്റ്ലീസ്റ്റ് ആ ഒരു കുട്ടികൾക്ക് ഈ വർഷം നിങ്ങൾ പരീക്ഷ എഴുതണ്ട, അടുത്ത വർഷം നോക്കാം. അവർ കുട്ടികളായ കുറ്റവാളികളാണ്. അവർ പോലീസ് പറയുന്നത് അവർ പ്ലാനഡായിട്ട് നടത്തിയ സംഭവമാണ്. ഇതിൽ മുതിർന്നവർക്കൊന്നും പങ്കില്ല. അവർ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടാണ് ആ 15കാരൻ എന്ന മുഹമ്മദ് ഷഹബാസ് എന്ന താമരശ്ശേരിയില്ല പാവം ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുക്കനെ ഇല്ലാതാക്കിയത്. എന്നിട്ട് അവർക്ക് നമ്മുടെ സിസ്റ്റം കൊടുത്തൊരു പ്രിവിലേജ് നോക്കൂ. ഒരു പരീക്ഷാ ഹാൾ കോപ്പി അടിച്ചാൽ പോലും 5 വർഷം ഡീബാർ ചെയ്യും. 5 വർഷത്തേക്ക് അവനക്ക് പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല. അവിടുത്തെ ഒരു പരീക്ഷാ ഹാളിലെ അധ്യാപികക്കെതിരെ എന്തെങ്കിലും മോശം പെരുമാറ്റം ഉണ്ടായാൽ അവൻ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യും. ഇവിടെ നന്നായിട്ട് പഠിക്കുന്ന മിടുക്കനായൊരു പാവം വിദ്യാർത്ഥിയുടെ ജീവൻ തന്നെ ഇല്ലാതാക്കിയിട്ട് ഒരു കുഴപ്പവുമില്ലാതെ അവർക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കുക. ഇന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. KSUവിൻ്റെ പ്രതിഷേധം, MSFൻ്റെ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. അഭിമാനം തോന്നുന്നു നിങ്ങളെ ഓർത്തിട്ട്. ഞാൻ ആ സംഘടനയുടെ ഒന്നും ആളല്ല. പക്ഷെ നിങ്ങൾ ഈ കാണിച്ച ഈ പ്രതിഷേധമുണ്ടല്ലോ, അതൊരു ശരാശരി മനുഷ്യൻ്റെ പ്രതിഷേധമാണ്. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? കോടതി കൊടുത്ത ഓർഡറാണ് അവർക്ക് പരീക്ഷ എഴുതിക്കണം. ആദ്യം അവർ പഠിക്കുന്ന സ്കൂളുകൾ പരീക്ഷ എഴുതാനായിരുന്നു തീരുമാനം. പക്ഷേ പ്രതിഷേധം മൂലമാണ് ഇങ്ങനെ പരീക്ഷ എഴുതേണ്ടി വന്നത്. ഷഹബാസും നന്നായിട്ട് പഠിച്ച മിടുക്കനായിരുന്നു. ആ പഠിച്ച മിടുക്കനും പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി ഫുൾ A+ഓടുകൂടി പാസ്സാവേണ്ടവനാണ്. അവൻ്റെ സ്കൂളിലെ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കൂ. അവർക്ക് ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ക്ലാസ് PTA വെച്ചിരുന്നത്. അപ്പോൾ അന്നാണല്ലോ അത് സംഭവിക്കുന്നത്. അപ്പോൾ പേപ്പർ വാങ്ങാൻ വരേണ്ട കുട്ടിയായിരുന്നു. ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവൻ്റെ ബോഡിയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത്. മരണപ്പെട്ടുള്ള അവസ്ഥയിൽ കാണുന്നത്. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതാൻ വരികയാണ്. 1000-ൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളൊക്കെ ഞങ്ങൾ ഇന്ന് പാരൻസ് മീറ്റിംഗ് വെച്ച്, ഓൺലൈൻ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കളോട് നിർദ്ദേശം കൊടുത്തു. 62-83-07 എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ അതങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ആബ്സെൻ്റ് മാർക്ക് ചെയ്യേണ്ടി വരും. ആ ബെഞ്ച് ഒഴിഞ്ഞു കിടക്കും. അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ്, എ ലിസ്റ്റ് പോലുള്ള എല്ലാ രേഖകളും. അതുകൊണ്ട് തന്നെ ഇനി അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയാണ്. നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷഹബാസ് ഇനി സ്കൂളിലേക്ക് എത്തില്ല എന്നത് അധ്യാപകർക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടിയോട് പറഞ്ഞു, മോഡൽ എക്സാമാണ്, നിങ്ങൾ ഈ എക്സാം മോഡലായിട്ട് തന്നെ എഴുതണം. കാരണം ഒരു പരസഹായമില്ലാതെ നിങ്ങൾ തന്നെ എഴുതിയിട്ട് ഞാൻ എത്ര മാർക്ക് കിട്ടണം എന്ന് നിങ്ങൾ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ളൊരു എക്സാം ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത് എന്ന്. അത് കഴിഞ്ഞ് 2-ാം ദിവസം അവന് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ് പരസഹായമില്ലാതെ സ്വന്തമായിട്ട് എഴുതിയാണ്, അതുകൊണ്ട് എൻ്റെ പേപ്പർ എനിക്ക് എന്തായാലും കിട്ടണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പർ നോക്കുമ്പോൾ ആ എഴുതിയ പേപ്പർ വാങ്ങാനൊന്ന് ആ കരങ്ങളില്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സംഘം. പൊതുവേ ക്ലാസ് റൂമിലൊക്കെ തന്നെ നന്നായിട്ട് ഇടപഴകുന്ന, നേരത്തെ അഡ്മിഷൻസൊക്കെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു അച്ചടക്ക വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന് ഇന്നേ വരെ ഞങ്ങൾക്കൊന്ന് ശാസിക്കേണ്ട ഒരു സാഹചര്യം ഷഹബാസുമായിട്ട് ഉണ്ടായിട്ടില്ല. നല്ല ഓർമ്മകളാണ് ഷഹബാസിനെ കുറിച്ച് ഓർക്കും.
ഈ ടീച്ചർമാരെ എന്തുമാത്രം അവൻ സ്നേഹിച്ചിട്ടുണ്ടാവും, അവൻ ഈ പരീക്ഷ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടാവും. ഇന്ന് പരീക്ഷ എഴുതാൻ അവൻ്റെ ഹാളിൽ അവൻ്റെ നമ്പർ, റോൾ നമ്പർ അവസാനത്തെ നമ്പർ ആയതുകൊണ്ട് അത് ആ ബോർഡിൽ എഴുതേണ്ടി വന്നു. ഒരു ആബ്സെൻ്റ് ആയിട്ടുണ്ടാവും. കുട്ടികൾ ഈ പ്രതികൾക്കൊക്കെ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. ഇതിൽ ഈ ഞങ്ങൾ ഓനെ കൊല്ലും, ഷഹബാസനങ്ങൾ കൊന്നു കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞൊരു നമ്മൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ പറഞ്ഞല്ലോ. ആ വോയിസ് ഇട്ടവൻ്റെ വാപ്പ എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ എന്ന് പേരുള്ള ഇടതുപക്ഷത്തിൻ്റെ നേതാവായിരുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇടതുപക്ഷത്ത് മാറിയപ്പോൾ അതിക്രൂരമായിട്ട് 51 വെട്ടി കൊല ചെയ്ത കൊലപാതകിയുടെ ഒക്കെ സുഹൃത്താണ്. അവരൊന്നിച്ചുള്ള ഫോട്ടോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, തൂക്കും പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ. അവൻ്റെ വീട്ടിൽ നിന്നാണ് ഇന്നലെ പോലീസ് പരിശോധന ഒരുമിച്ച് ഒരേ സമയം പരിശോധന നടത്തി. നെഞ്ചക്കടക്കം കണ്ടെടുത്തു. 4 മൊബൈൽ ഫോൺ പോലീസ് പിടികൂടി. ഇനിയും പ്രതികളുണ്ടാവും. ഈ 5 പേരും മുമ്പും പ്രശ്നക്കാരായിരുന്നു. 2024 ഇവരിതുപോലെ കുട്ടികൾ അടിച്ചിട്ട് അന്ന് ഈ രക്ഷിതാക്കൾ ഈ കുട്ടികൾക്കൊപ്പം നിന്നു. അതൊരിക്കലും പ്രശ്നമില്ല, ഞങ്ങൾ അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം. ഈ കുട്ടികളെ നേരെയാക്കാനല്ല ശ്രമിച്ചത്. ഈ ക്രിമിനലുകളായ കുട്ടികളുടെ മാതാപിതാക്കളിൽ അധ്യാപികമാരുണ്ട്, പോലീസുകാരുണ്ട്, വലിയ വലിയ സമ്പന്നരുണ്ട്, രാഷ്ട്രീയ ബന്ധമുള്ളവരുണ്ട്. ഇതല്ലേ ആ ഉപ്പ ചോദിക്കുന്നത്? അന്ന് നടന്ന സമയത്ത് അവരുടെ പേരൻസുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആയുധങ്ങൾ അവർ ഈ പേരൻസിൻ്റെ ആളുകൾ ഉപയോഗിച്ച ഓരോ ആയുധങ്ങളും അവർക്ക് കൈ കിട്ടുകയാണ്. വീട്ടിൽ പോയി പോലീസ് കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് 100% ഇതിൻ്റെ പിന്നിൽ അവരുണ്ട്, അവരെ കൈകളുണ്ട്. അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിന് പോകുന്നത്. ഈ രക്ഷിതാക്കൾ അത് മുന്നേ നീ പോയിട്ട് ചെയ്തു വാ, അതിന് ഒരു പ്രചോദനം അവർക്ക് കിട്ടിയിട്ടാണ് അവർ പോണത്. അതല്ല തടഞ്ഞു വെക്കുകയാണ്, അത് പോകാൻ പാടില്ല, എനിക്കെന്ത് വിഷയമാണെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുക, അവർ മുൻകൈ എടുത്ത് നിൽക്കുകയാണെങ്കിൽ പ്രശ്നമല്ല, അത് സോൾവ് ആയി പോകുന്ന വിഷയമുള്ളൂ. ആർക്ക് എന്ത് വേണമെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ കുട്ടീൻ്റെ പേരെന്താ രക്ഷിതാവെ എന്നെ കാണും, അല്ലെങ്കിൽ വേറെ ആളുണ്ടെങ്കിൽ വേറെ ആൾക്കാണ്, അല്ലെ വിളിപ്പിക്കുക. സ്റ്റേഷൻ പരിധിയിലാണ്, സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട്, സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക. എല്ലാം ഞാനത് കഴിഞ്ഞ് ഒരു 10-15-20 മിനിറ്റ് ശേഷം ഞാൻ സ്റ്റേഷനിൽ പോയി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പോലീസുകാരെങ്കിലും ബന്ധപ്പെട്ടു ഇല്ല. അവിടെ നിന്ന് അന്ന് രാത്രി കോളേജിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ആരും വന്നിട്ടില്ല. അന്വേഷണം ബന്ധപ്പെട്ട് ഫോൺ ഹാജരാക്കാൻ ഫോൺ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പെണ്ണുങ്ങളെ ഭാര്യയുടെ കയ്യിലാണ് ഉള്ളത്. അവൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. കൊച്ചുകുട്ടിനെ കൊണ്ട് ഞാൻ എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു വയസ്സായ കുട്ടിയാണ്. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. വെള്ളം കുടിക്കുന്നില്ല. ഞാൻ അബോധാവസ്ഥയിൽ റോട്ടുമ്മൽ വീണു, എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇന്നലെ തന്നെ. എനിക്കും ഒരു സമനില തെറ്റി ഇതുവരെ റെഡി ആയിട്ടില്ല. ആയിട്ടില്ല. എനിക്ക് എവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല. എന്താ സംസാരിക്കേണ്ടതെന്നുള്ള കറക്റ്റായിട്ട് അറിയില്ല. വീട്ടുകാരോട് എന്ത് ചെയ്യണം, ആരോട് പറയണം, എന്ത് കാണണം, എന്ത് പോകണം ഒന്നും അറിയില്ല. എൻ്റെ ഭാര്യയുടെ അവസ്ഥ ആ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഒരു പ്രശ്നം വന്നിട്ട് ഡോക്ടർ കാണിച്ചുകൊണ്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു വിഷയത്തിൽ എങ്ങനെ നീങ്ങുക? അപ്പോഴേക്കാണ് ഈ ഒരു സഹിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനായത്. മൂത്ത മകനാണ്, അവനാണ് എല്ലാം നോക്കുന്നത്. ഇവരെ അനിയന്മാർ 2 പേരെ സ്കൂൾ വിടാനും ബാക്കി കാര്യങ്ങളിലൊക്കെ അവനായിരുന്നു. എനിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവനായും ഇല്ല. ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സ്റ്റേജിൽ അവരെ സ്കൂളിൽ വിടണം, കൊച്ചിനെ നോക്കണം, എല്ലാം വളരെയേറെ വിഷമത്തിലായതിന് മുന്നോട്ട് പോകും. അവനുണ്ട് കുറേ കാര്യങ്ങൾ. അവൻ കടയിൽ പോയി സാധനം വാങ്ങിക്കാനും അതിനും ബാക്കിയുള്ള കൊച്ചുകുട്ടികൾ ആരും അധ്വാനിച്ച് മാത്രമേ ജീവിക്കാൻ മുന്നോട്ട് കഴിയൂ. നീതിപീഠത്തിനോടായി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനോടായി ഈ ഒരവസ്ഥ ആർക്കും വരാൻ പാടില്ല. അതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊണ്ട് സമൂഹത്തിനൊരു പാഠമാവും. അതുകൊണ്ട് ഇത് സ്വാധീനം ചെലുത്തിയിട്ട് കുറ്റവാളികൾ രക്ഷപ്പെടാൻ പാടില്ല. അത് കഴിയുന്നത്ര ആശങ്കയുണ്ടോ? ബലമായ ആശങ്ക ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര കുറ്റം ചെയ്തു കഴിഞ്ഞാലും സ്വാധീനിച്ച് കുറ്റവാളികൾ രക്ഷപ്പെടുന്നൊരു കാലമാണ്. നമ്മൾ സ്വാധീനമില്ല, ക്യാഷില്ല, അതുകൊണ്ട് ദുർബലരായ ആളുകളെ പിന്നോട്ട് വലിച്ചെറിയുന്ന കാലഘട്ടമാണ്. ക്യാഷുള്ളവൻ കാര്യക്കാരനല്ല, മസിലുള്ളവൻ കാര്യം, അതൊക്കെയാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വിഷമം വളരെയേറെ ഉണ്ട്. അതുകൊണ്ട് അതില്ലാതിരിക്കാനുള്ള ഈ നീതിപീഠവും ഈ ഗവൺമെൻറ്റും സ്വീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട്. ഈ ഉപ്പയുടെ വാക്ക് കണ്ടില്ലേ? എവിടുന്നാ ഇവർക്ക് നീതി കിട്ടുക? അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം,
ഈ ഒരു കുട്ടികൾക്ക് ഇത്തവണ പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ അടുത്ത വർഷം എഴുതിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ഇത്തവണ ഇവരെ കൊണ്ട് പരീക്ഷ എഴുതിച്ചതിൽ വിയോജിപ്പുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒരു ലൈക്ക് അടക്കം അടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും. റൂറൽ SP പറഞ്ഞൊരു കാര്യം, ഇത് പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രതികളായ അവരുടെ പേര് പറയാനോ അവരെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാനോ ഫോട്ടോ ഇടാനോ നിയമപരമായിട്ട് നമുക്ക് അവകാശമില്ല. പക്ഷേ അവർ ഇത്രയും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ ആ ആക്രമണം നടക്കുന്ന സമയത്ത് ഈ പ്രതികളുടെ സഹോദരന്മാരും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും പിടിച്ചു മാറ്റാനാണെങ്കിൽ അവരെ തടയാനാണ് അത്രേ. മക്കൾ തമ്മിലുള്ള പ്രശ്നം മക്കൾ തമ്മിൽ തല്ലി തീർക്കട്ടെ എന്ന് കരുതുന്ന രക്ഷിതാവുണ്ടെങ്കിൽ അതാണ് പ്രശ്നം. എൻ്റെ മകനോട് തല്ലിൽ എൻ്റെ മകൻ്റെ കയ്യിലാണ് നീതിയെങ്കിലും ഞാൻ പറയുന്നതാണ്, മോനെ തല്ലിന് പോകണ്ട, മോൻ ഇവിടെ നിൽക്ക്, പടച്ചോൻ കൊടുത്തോളും, അല്ലെങ്കിൽ നമ്മുടെ നിയമമുണ്ട് എന്ന് പറഞ്ഞ് മക്കളെ നന്മ പഠിപ്പിക്കുന്നതിന് പകരം എന്നാ വാട നെഞ്ചക്കൊടുത്തിട്ട് വാ, നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് നല്ല അടി കൊടുത്തു നോക്കാം എന്ന് പറയുന്ന രക്ഷിതാക്കളാണ് നിങ്ങൾക്കെങ്കിൽ എവിടുന്നാണ് ആ മക്കൾ നേരാവുക? കുടുംബത്ത് മാതാപിതാക്കൾ നേരെയാവാതെ മക്കൾ നേരെയാവില്ല. ഇവരെ കുറിച്ചുള്ള ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇവർ ഈ രീതിയിൽ സൈക്കോപാത്തുകളായിട്ട് മാറാൻ പേരൻറ്റിങ് ഒരു പ്രശ്നമാണ്. ജീവൻ നഷ്ടപ്പെട്ട ആ കുട്ടിയെ ആലോചിച്ചു. ഷഹബാസ് എന്ന് പേരുള്ള പൊന്നുമോൻ, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ. മദ്രസയിലൊക്കെ നല്ല മിടുമിടുക്കൻ, എല്ലാത്തിലും പാഠ്യേതര രംഗത്തൊക്കെ അവൻ മിടുക്കനായിരുന്നു. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. ആ ഉമ്മ ഈ പരിശുദ്ധ റമദാനിൽ കരഞ്ഞ് സുബോധം പോലും കിട്ടുന്നില്ല. ആ ഉപ്പ നില പറയാണ്, ആ ഉമ്മയുടെ മനോനിലയാകെ തകർന്നിട്ടുണ്ട്. ആ ഉമ്മയുടെ ഒരു മനമൊരുക്കി പ്രാർത്ഥന പോലെ ഈ ലോകം മുഴുവനും അവർക്ക് നഷ്ടപ്പെടാൻ. ഇനി അവർ പരീക്ഷ എഴുതി പാസ്സായിട്ട് എന്ത് കാര്യടോ? അവർ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കുട്ടികളെ കുറ്റവാളികളായിട്ട് ലോകാവസാനം വരെ കാണണമെന്നോ ഇതൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇത്തരം കുട്ടികൾക്കൊരു സാധാരണ കോടതിയിലേക്ക് കൊണ്ടുവരില്ല. ഇവർക്ക് ജുവൈനൽ കോടതിയാണ് ഇവർക്കുള്ളത്. അവരെ ഓരോ ചെയ്തികളും അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. അവർക്ക് ഒരു തരത്തിൽ പോലും നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുക്കരുത്. ആ ആനുകൂല്യങ്ങൾ കൊടുത്തതാണ് ഈ പരീക്ഷ എങ്ങനെ ആക്കിയത്. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം പോലും, ഈ ഒരു വർഷം അവർക്ക് പരീക്ഷ എഴുതിയത് ശരിയാണോ തെറ്റാണോ? പരീക്ഷ എഴുതാൻ പാടില്ല എന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യും. അതെല്ലാം അവർ പരീക്ഷ എഴുതട്ടെ, അവരുടെ തെറ്റുകളൊക്കെ മാറട്ടെ, അവർക്ക് അവകാശമുണ്ട് എന്നാണ് ആൻസറെങ്കിൽ അങ്ങനെ ചിന്തിക്കാനും പറയാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എൻ്റെ ധാർമ്മികപരമായിട്ട് ഞാൻ പറയുന്നു, ആ കുട്ടികൾക്ക് ഈ ഒരു വർഷം പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ അടുത്ത വർഷം എഴുതുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് അതൊരു വലിയ ആശ്വാസമാവും. ആ ഉപ്പാക്ക് അതൊരു സങ്കടത്തിന് അറുതിയായേനെ. പക്ഷേ അങ്ങനെയെല്ലാം ഉണ്ടായ കുടുംബത്തിന് വേണ്ടി ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മുടെ മക്കളൊക്കെ ഇതുപോലെയുള്ളൊരു ആൾക്കൂട്ടങ്ങളിൽ ഇതുപോലെയുള്ളൊരു കുട്ടികളായി മാറാതിരിക്കാൻ വേണ്ടി ജാഗ്രതയോട് കൂടിയിട്ട് നമ്മൾ പെരുമാറുക. പേരൻറ്റിങ്ങിൽ നല്ല മാറ്റങ്ങൾ നമ്മൾ വരുത്തുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.